सवेरा ദൃഢനിശ്ചയം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ, ദൃഢനിശ്ചയം ഭാരതത്തെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എല്ലാ പ്രതിജ്ഞകളും നിറവേറ്റാനുള്ള പ്രയാണം നാം തുടങ്ങിക്കഴിഞ്ഞു. ഏത് പുരോഗതിയുടെ അധ്യായമാണോ യാഥാർത്ഥ്യമാക്കാൻ വളരെയധികം വർഷങ്ങളെടുത്തിട്ടുണ്ട്. കേവലം ഒരു ദശാബ്ദത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ഇത് യാഥാർത്ഥ്യമാക്കുകയാണ്. मेरे परिवारजनों, आने वाले 25 साल भारत के लिए इस शताब्दी के सबसे महत्वपूर्ण 25 साल है. इन 25 वर्षों में हमें अपने इस भारत को समृद्ध बनाना है, हमारे भारत को विकसित बनाना है. മുമ്പ് പോരായ്മകളുടെ നഗരമെന്ന് വിളിച്ചിരുന്നത് ഇപ്പോൾ സ്മാർട്ട് സിറ്റിയായി മാറുകയാണ്. നേരത്തെ മലിനജല സംവിധാനങ്ങളെ നിസ്സാരമായി എടുത്തിരുന്നു. നഗരങ്ങളിലും പട്ടണങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞിരുന്നു. ഇന്ന് അമൃത് പദ്ധതി നഗരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഇന്ന് കവലകളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നില്ല. ഇപ്പോഴിതാ ശുചിത്വത്തിന്റെ ഒരു പുതിയ അധ്യായം ആരംഭിച്ചിരിക്കുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കാനായി PM e-ബസ് സേവനവുമുണ്ട്. പുതിയ ഭാരതത്തിന്റെ പ്രതിച്ഛായ മാറിത്തുടങ്ങി. ഇല്ലായ്മയിൽ ജീവിച്ചിരുന്ന നഗരവാസികൾക്ക് എങ്ങനെയാണ് സുഗമമായ ജീവിതം അനുഭവപ്പെട്ടു തുടങ്ങിയത്? നവഭാരതത്തിന്റെ പുതിയ നഗരങ്ങളുടെ ഈ പുതിയ അധ്യായം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം എല്ലാ സൗകര്യങ്ങളോടും കൂടി പുതിയ വീടുകൾ ലഭിച്ച ഗുണഭോക്താക്കളെ നമുക്ക് പരിചയപ്പെടാം. നഗരവാസികളെങ്കിലും ഭവനരഹിതരായ അവർക്ക് സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടായിരുന്നില്ല. ഇന്ന് അവർക്ക് സ്വന്തമായ ഒരു വീടുണ്ട്, കൂടാതെ മേൽവിലാസവുമുണ്ട്. വികസിത ഭാരതത്തിൽ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര ഉണ്ടാകുമെന്ന് പ്രതിജ്ഞയെടുക്കാം. ഒരു ദശാബ്ദം മുമ്പ് രോഗങ്ങൾ വരുമ്പോൾ ആളുകൾ വ്യാകുലരാകുമായിരുന്നു. ചികിത്സയ്ക്കും വിശപ്പിനും ഇടയിൽ വീണ്ടും എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിക്കുമായിരുന്നു. ഇപ്പോൾ അവർക്ക് ആയുഷ്മാൻ ഭാരത് കാർഡുകൾ ലഭിച്ചിരിക്കുന്നു. ചികിത്സയ്ക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഒരു തടസ്സമല്ല. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ഗുണനിലവാരമുള്ള ചികിത്സ ലഭിക്കാതെ പോകരുതെന്ന് പ്രതിജ്ഞയെടുക്കാം. വില കൂടിയ മരുന്നുകളുടെ വില പാവപ്പെട്ടവർക്ക് ഒരു ഭാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭാരതീയ ജൻ ഔഷധി പദ്ധതി ഗുണമേന്മയുള്ള മരുന്നുകൾ എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് പ്രതിജ്ഞയെടുക്കാം. നേരത്തെ അടുപ്പിൽ നിന്നുള്ള പുക അമ്മമാരുടെയും സഹോദരിമാർക്കും സുഖമായ ഇന്ധനവും മെച്ചപ്പെട്ട ജീവിതവും നൽകാമെന്ന് പ്രതിജ്ഞയെടുക്കാം. സൗഭാഗ്യ പദ്ധതിയിലൂടെ വൈദ്യുതി കണക്ഷനും ഉജാല പദ്ധതിയിലൂടെ മിതമായ നിരക്കിൽ LED-യുടെ വെളിച്ചവും ലഭിക്കുന്നു. PM സ്വനിധിയുടെ സഹായത്തോടെ വഴിയോര കച്ചവടക്കാർ ഭാഗതയും തങ്ങൾക്ക് അനുകൂലമാക്കിയിരിക്കുന്നു. PM വിശ്വകർമ്മയും ഒരു പുതിയ സ്വത്വം സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാവർക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ടെന്നും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്നും പ്രതിജ്ഞയെടുക്കാം. ഇന്ന് ഭാരതം ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. ഡിജിറ്റൽ ഇടപാടുകളിൽ ഭാരതം ലോകത്ത് ഒന്നാമതെത്തി. ഇന്ന് ഗ്യാരണ്ടി ഒന്നുമില്ലാതെ മുദ്രാ ലോൺ ലഭിക്കുന്നു. സ്റ്റാൻഡപ്പ് പദ്ധതി നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നു. സ്റ്റാർട്ടപ്പ് പദ്ധതി സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു. വന്ദേ ഭാരതത്തിന്റെ അതിവേഗ യാത്ര, സുഖസമൃദ്ധികളുമായി അമൃത് സ്റ്റേഷനുകൾ. ഇന്ന് പാവപ്പെട്ടവർക്ക് പോലും വിമാനയാത്ര സാധ്യമാണ്.